ഈ അയോധ്യ കൊള്ളയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥും BJPയും ഒരു തുറന്ന പോരിലേക്ക് നീങ്ങുകയാണോ? കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് ഈ കൊള്ള മാറുകയാണ്. തീർച്ചയായിട്ടും. കാരണം ആദ്യം തെരഞ്ഞെടുപ്പ് നേരിടാൻ പോണ അദ്ദേഹമാണ്. അടുത്ത വർഷം അതെ UP തെരഞ്ഞെടുപ്പാണ്. ഈ അയോധ്യ എന്നുള്ള വിഷയം നമുക്കറിയാവുന്നതുപോലെ BJPയുടെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ കുറെ കൊല്ലങ്ങൾ ഈ ഒറ്റ ഈ സിമ്പിൾ വെച്ചിട്ടാണ് BJP അധികാരത്തിലെത്തുന്നത്. ഇപ്പോൾ 92 ബാബറി മസ്ജിദ് തകർക്കുന്നു. ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മുമ്പ് അവിടെ പോയിട്ടുള്ള ഒരാളാണ്. അന്ന് 30-ലധികം രാമക്ഷേത്രങ്ങൾ അയോധ്യയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രാമക്ഷേത്രവും ഇല്ല അയോധ്യയിൽ. ഒരേ ഒരു രാമക്ഷേത്രമുള്ളൂ, അത് ഈ രാംലല്ല എന്ന് പറയുന്ന സ്ഥലം. അന്ന് ഈ എല്ലാ രാമക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവർ പറയുന്നത് ഇവിടെയാണ് ശ്രീരാമൻ ജനിച്ചത്, ഇവിടെയാണ് ജനിച്ചതെന്നാണ്. ഈ പള്ളി ഇരിക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ക്ഷേത്രമെന്ന് തെളിയിക്കാൻ വേണ്ടി മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ഇല്ലാതാക്കിയത് BHPയും RSSും കൂടിയാണ്. കാരണം അത് പറഞ്ഞാൽ ക്ലെയിം പോകുമല്ലോ. അങ്ങനെ ഇന്ത്യയിൽ മുഴുവൻ അത് വർഗീയ കലാപം. മധുസൂദനൻ നായരുടെ വളരെ പ്രസിദ്ധമായ കവിതയുണ്ട്, രാമന് ജയമെന്ന് പാട്ട് പാടിച്ച് നായ്ക്കുരണ നാവിൽ പുരട്ടി കൊടുത്തു, നാൽക്കവല വാഴാൻ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലിയറാണ്. അത് 90കളിൽ എഴുതിയൊരു കവിതയാണ്. അപ്പോൾ ഇവർക്ക് ഒരുതരം ഭ്രാന്തമായി രാമനിതാ വരുന്നു, രാമൻ്റെ ഇത് വെച്ച് അതിൽ TV സീരിയലിൻ്റെ സഹായമുണ്ടായി, മറ്റു പല രീതിയിലുള്ള സഹായമുണ്ടായി. അവസാനം രഥയാത്ര നടത്തി. രഥയാത്രയുടെ അവസാനം നമുക്കറിയാം പള്ളി പൊളിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നു. ഇത് ഇവരുടെ ക്യാപിറ്റലാണ്. അവർ ഭരണത്തിലെത്താൻ 97 ഭരണത്തിലെത്തിയതും 98-ലെത്തിയതും ഇത് പറഞ്ഞുകൊണ്ടാണ്. 2014-ലെത്തുമ്പോഴേക്കും മോഡി ഏതാണ്ട് സ്റ്റെബിലൈസ് ചെയ്ത അർത്ഥത്തിൽ മുമ്പോട്ട് രാമക്ഷേത്രം വെച്ച് മുമ്പോട്ട് പോകും. അതിൽ 2020 അവിടെ ശിലാന്യാസം ചെയ്യാനും 2024 അവിടെ പ്രതിഷ്ഠാൻ ചെയ്യാനും മോഡിയായിരുന്നു കർമ്മി. യഥാർത്ഥത്തിൽ അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഭരണാധികാരി ഒരു ക്ഷേത്രത്തിൻ്റെ കർമ്മിയാവാമോ? അതിനവിടെ സ്വാമിമാരും മറ്റേ മഹന്തുമാരും ഒക്കെ ഉണ്ട്. അവരൊന്നും തൊടിച്ചില്ല മോഡി. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ്. ആ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് തകരുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യർക്കെല്ലാം മനസ്സിലായി. ഇവിടെ കൊള്ളയാണ് നടക്കണേ. ഇവർ വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത്. കാരണം ഇപ്പോൾ ശബരിമല നമ്മൾ കണ്ടതാണ്. ശബരിമല നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഭക്തർ വളരെ ആവേശത്തോടു കൂടി, ഇത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഭക്തർ ആവേശത്തോടു കൂടി കൊണ്ടുകൊടുത്ത സാധനങ്ങളൊന്നും കാണാനില്ല. വളരെ വിലപിടിപ്പുള്ള എല്ലാ സാധനവും കാണാനില്ല. ഇനിയിപ്പോൾ അവിടെ രാമനുണ്ടോന്നും അറിയില്ല, ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. 2025 മുതൽ 26 ഫെബ്രുവരി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ രാമക്ഷേത്രത്തിൽ വന്ന ഡൊണേഷനിൽ 50% കുറവുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഒരുപാട് പൈസ മാത്രമല്ല, അവിടെ സ്വർണം അതുപോലെ പലതും കൊടുത്തിട്ടുണ്ട് ആളുകൾ, വില കൂടിയ സാധനങ്ങൾ. പൈസ ഒരുപാട് പോയിട്ടുണ്ട്. ഇപ്പം അത് എല്ലാവർക്കും വ്യക്തമായി പൈസ പോയിട്ടുണ്ട്. ഇതിലൊരു കാര്യം കണക്കാക്കേണ്ടത്, സംഘപരിവാറും അല്ലെങ്കിൽ BJPയും അവരുടെ സംഘടനകളും മാത്രമാണ് അത് കൈകാര്യം ചെയ്തത്. വേറെ ആരെയും അങ്ങോട്ട് കടത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞ് ഞങ്ങളൊക്കെ മഹർഷി തുല്യരാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ പണം മുഴുവൻ അടിച്ചു മാറ്റിയത്. ഇവരുടെ RSSന്റെ വിശ്വ ഹിന്ദു പരിഷത്തായാലും ബജറംഗ് ദളായാലും അതുപോലെയുള്ള ആ പരിവാറിൽപ്പെട്ട സംഘടനകൾ എന്തുകൊണ്ട് ഇത് ഇത്ര കാലം മറച്ചു വയ്ക്കപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ട്. ഇത് പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെ ചില സൂചനകൾ ഉണ്ടായി. കാരണം അയോധ്യയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തട്ടിപ്പാണ് രാമക്ഷേത്രം എന്ന് അവർക്ക് ബോധ്യം വന്നു. ഇതിൻ്റെ ഇന്ത്യ മുഴുവൻ അവർ ബഹളം കൂട്ടിയെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ആ മണ്ഡലം BJPക്ക് നഷ്ടപ്പെടുകയാണ്. അവിടെ ഇവരാണ് ജയിക്കുന്നത്, സമാജ്വാദിയാണ് ജയിക്കുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലായി ഫൈസാബാദ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇവരുടെ രാമൻ തട്ടിപ്പിൽ വിശ്വസിക്കുന്നില്ല. ബാക്കി പുറത്തൊക്കെ പറഞ്ഞേക്കും. മാത്രമല്ല UPയിൽ വലിയൊരു തിരിച്ചടി ആ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷേ ഇത് പുറത്തു വന്ന് നമ്മൾ അറിയുന്ന ഇപ്പോഴാണ്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് മൂടി വയ്ക്കാനാണ് ആദ്യം ശ്രമിച്ചത്. മൂടി വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് സമാജ്വാദിയും കോൺഗ്രസും അവിടുത്തെ MLA-മാരൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഇത് പുറത്തു വരുന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു അന്വേഷിക്കാതെ യോഗിക്ക് പോകാൻ പറ്റില്ല. നിലവിൽ ഇതിപ്പോൾ നമുക്കറിയാം, രാമക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള മഹിലാൽ സിംഗ് ആണ് ജൂൺ 5-നാണ് ഏറ്റവും ആദ്യമായിട്ട് ഇവിടെ വലിയ കൊള്ള നടക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നീട് സമാജ്വാദി പാർട്ടി അത് ഏറ്റെടുക്കരുത്. ഇതിലിപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിന് അധ്യക്ഷത വഹിച്ച പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള നരേന്ദ്ര മിശ്ര പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ റോബറിയാണ്, തുറന്ന കൊള്ളയാണ് അവിടെ നടക്കുന്നതെന്ന് അദ്ദേഹം പോലും സമ്മതിച്ചിരിക്കുന്നു. അല്ല, അപ്പൊ അവിടെ UPയുടെ പോലീസുണ്ട്,
ഇന്ത്യയുടെ പട്ടാളമൊക്കെ അവിടെ ഇത് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത്തരം പച്ചയായ കൊള്ള നടന്നത്. ആ കൊള്ള നടന്നു എന്ന് മാത്രമല്ല, SIT വെച്ചില്ലെങ്കിൽ യോഗി പെടും. കാരണം ഈ കൊള്ളയിൽ യോഗിക്ക് പങ്കുണ്ടെന്ന് ആളുകൾ പറയാൻ സാധ്യതയുണ്ട്. കാരണം യോഗിയുടെ പോലീസാണ്. അതുകൊണ്ട് യോഗി SIT വെച്ചു. SIT വെച്ച് കഴിഞ്ഞപ്പോൾ SITയുടെ കണ്ടെത്തൽ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു പലതും. ഒന്ന്, അവിടെ ഈ എണ്ണാൻ ഏൽപ്പിച്ചിരുന്നത് SBI ഉദ്യോഗസ്ഥരാണെങ്കിൽ ഒരു സ്വകാര്യ ഏജൻസി വഴിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇവർക്ക് താല്പര്യമുള്ള ചില ആളുകളാണ്. അത് ഇതിൽ നിന്ന് അടിച്ചു മാറ്റാൻ സഹായിക്കുന്ന ആളുകളായിരുന്നു. ഒന്ന്. രണ്ട്, CCTV ക്യാമറകൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്കറിയാം, ശബരിമലയിലും ഗുരുവായൂരും ഒക്കെ ഇത് തിരുപ്പതിയിൽ ഇത് എണ്ണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള ക്യാമറയൊക്കെ വെച്ച് എല്ലാ സ്ഥലത്തു നിന്നും മോണിറ്റർ ചെയ്യുന്നതാണ്. ഇവിടെ ക്യാമറ ഇല്ല കുറെ കാലമായിട്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 50 ഗ്രാമിന്റെ സ്വർണത്തിന്റെ ഒരു സാധനം എടുത്തിട്ട് തുണിയിൽ തിരികെ പുറത്തു പോവാം. അത് ജോലി. മൂന്നാമത്തെ കാര്യം, ബോഡി പരിശോധന ഇല്ല അവിടെ. ബോഡി പരിശോധന വേണ്ടെന്ന് വെച്ചു പുറത്തു പോകുന്നവർ. സാധാരണ ഇങ്ങനെയുള്ള എണ്ണെടുത്ത് രത്നം മറ്റേ ഇത് വൈരം ഉരയ്ക്കുന്നിടത്ത് ഒക്കെ വളരെ ശക്തമായ ബോഡി പരിശോധനയുണ്ട്, സ്കാനിങ് ഉണ്ട്, എല്ലാം. ഇവിടെ ഒന്നുമില്ല. ആർക്കും പോയി എണ്ണാൻ വേണ്ടി കഴിഞ്ഞാൽ എനിക്ക് പോയി കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പോൾ ഇത് മൂന്നും ഇതിന് സൗകര്യം ചെയ്തു കൊടുക്കാനായിരുന്നു ചെയ്തതെന്നും അതിൽ വലിയ തോതിലുള്ള തട്ടിപ്പുണ്ട്. ലവകുശ മിശ്ര എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഇതിന്റെ ആളുകളാണ്. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളെയായിരുന്നു ഇതിന് നിയോഗിച്ചിരുന്നത്, ഈ നൃപേന്ദ്ര മിശ്ര എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെയാണല്ലോ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചത്. കാരണം ഈ കാര്യത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയിരുന്ന ഒരു ഇടപാടാണ് മൊത്തം. പ്രധാനമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളുകൾ. പക്ഷെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആ ക്ലീൻ ഇമേജ് നിലനിർത്തണമല്ലോ. അപ്പോൾ ഒരു സ്കേപ്പ് ഗോട്ട് വേണം. ആ സ്കേപ്പ് ഗോട്ട് യോഗിയെ സ്കേപ്പ് ഗോട്ട് ആക്കിക്കൊണ്ട് മാറ്റുക. മുമ്പ് തന്നെ കേട്ടിരുന്നു മോഡി അടുത്ത വർഷം ഒഴിയുമെന്നും, 75 വയസ്സ് കഴിഞ്ഞല്ലോ, പകരം യോഗി വരുമെന്നും ഉള്ളൊരു വാർത്തയുണ്ടായിരുന്നു നാട്ടിൽ. അതിനെ തടയാൻ അതെന്തായാലും തീർന്നു. യോഗിക്ക് ഇനി വരാൻ കഴിയാത്ത അവസ്ഥയിൽ യോഗി ചിലപ്പോൾ UP തെരഞ്ഞെടുപ്പിൽ തോൽക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ഒരു സ്ഥിതി വെച്ച്. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവും കൂടി ചേർത്താൽ തീർച്ചയായും വളരെ നെഗറ്റീവ് ഇമേജ് യോഗിക്ക് അവിടെയുണ്ട്. അങ്ങനെ വന്നാൽ യോഗി തോറ്റാൽ പിന്നെ യോഗിക്ക് ക്ലെയിം ഇല്ലല്ലോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്. അപ്പൊ പിന്നെ ആര് പ്രധാനമന്ത്രിയാവുന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ വേറൊരാളെ കണ്ടെത്തുന്നവർ മോഡിക്ക് തുടരാൻ. ഇപ്പൊ ഈ RSSന് വ്യക്തിപരമായിട്ട് ഈ യോഗിയെ പ്രധാനമന്ത്രിയാക്കാൻ താല്പര്യം ഇല്ലാന്നും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് RSSന്റെ താല്പര്യം എന്താണെന്നും ഇതുവരെ വ്യക്തമല്ല. RSS വളരെ ഗൂഢമായാണ് പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവർ വല്ലാതെ പെട്ടിരിക്കുക. കാരണം RSSന് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയത്തിലാണ് ഏറ്റവും വലിയ കൊള്ള നടന്നിട്ടുള്ളത്, രാമക്ഷേത്രം എന്ന് പറയും. ഈ രാമക്ഷേത്രം കാണിച്ച് ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, മറ്റേ മധുരയിലും ഇവിടെയൊന്നും വാരണാസിയിലൊന്നും ചെല്ലാൻ പറ്റില്ല, നാട്ടുകാർ കൈവയ്ക്കും. കാരണം ഇവിടെ വേണ്ട കൊള്ളാന്ന് പറയും. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സിമ്പിൾ തകർന്നു പോയിരിക്കും. ഇതിനൊരു രക്തസാക്ഷിയെ കിട്ടണം, അല്ലെങ്കിൽ ഒരു ബലിയാടിനെ കിട്ടണം. ആ ബലിയാട് യോഗി ആവാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് യോഗി SIT വെച്ചത്. SIT വെക്കുന്നു. ഇതിൽ പിടിക്കപ്പെടാൻ പോകുന്ന ആളുകൾ മുഴുവൻ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ്. കാരണം അവിടെ കോൺഗ്രസ്സുകാരോ മറ്റു പാർട്ടിക്കാരോ ഒന്നും അവിടെ ഇല്ലല്ലോ, സമാജ്വാദി ഒന്നും അതിനകത്തില്ലല്ലോ. ഇപ്പൊ അത് മാത്രമല്ല, ഇവർ പറയുന്ന ഒരു കാര്യം, ഇതിൽ സംഭാവന തരാത്തവർ ഇതിനെപ്പറ്റി ചോദിക്കേണ്ട. അതെന്തൊരു കാര്യമാണത്? ഒരു പബ്ലിക് ട്രസ്റ്റാണ്. പക്ഷേ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു ട്രസ്റ്റാണ്. ശബരിമല പോലെ തന്നെയാണ്. ആ ട്രസ്റ്റിൽ കൊള്ള നടന്നാൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഒരു ജനങ്ങളുടെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം തന്നെ വിശ്വാസം എന്നാണ്. അപ്പൊ വിശ്വാസത്തിൽ ആളുകൾ കൊടുത്ത പൈസ അത് കൊള്ളയടിച്ച് പോയാൽ അവിടുത്തെ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമില്ലേ? അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു BJPക്കാർ കേരളത്തിൽ ശബരിമലയെ കുറിച്ച് മിണ്ടാൻ സാധ്യതയില്ല. ശബരിമല ഇനി മിണ്ടിയാൽ അവർ വിട്ടുപോകും. കാരണം ഈ ചോദ്യം പറയേണ്ടി വരും. കാരണം ശബരിമലയേക്കാൾ വലിയ കൊള്ള അവിടെ നടന്നിരിക്കുന്നു. മാത്രമല്ല വേറൊരു കാര്യം പറയാറുണ്ട്, ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ കൈകാര്യം ചെയ്യണം എന്നിവർ പറയാറുണ്ട്. ബോർഡ് വേണ്ട. കേരളത്തിൽ അങ്ങനെയൊക്കെ ഒരു വാദം ഉണ്ടല്ലോ. എന്തിനാ സർക്കാർ ഇടപെടണേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഹിന്ദു ക്ഷേത്രങ്ങൾ സാക്ഷാൽ ഹിന്ദുക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട സംഘപരിവാറിന്റെ ആളുകൾ കൈകാര്യം ചെയ്താലും കൊള്ളയ്ക്ക് യാതൊരു കുഴപ്പമില്ല. ഇവരാരും സന്യാസിമാരുമല്ല. ഈ സന്യാസിമാർ തന്നെ യഥാർത്ഥത്തിൽ ഈ ശങ്കരാചാര്യർ പറഞ്ഞ ഒരു കാഷായം ഒരു വേഷം മാത്രമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെത്തുകയാണ്. അപ്പോൾ സന്യാസം ഒരു ബിസിനസ് ആയി, ഒരു രാഷ്ട്രീയമായി സന്യാസം മാറുന്നു. വിശ്വാസം ഒരു വലിയ ചരക്കായി വിൽക്കപ്പെടുന്നു. അത് പണം കൊള്ളയടിക്കാനും വോട്ട് കൊള്ളയടിക്കാനുള്ള ആയുധമായി മാറ്റിയിരിക്കുന്നു. അത് എക്സ്പോസ്ഡ് ആയിരിക്കും. അത് തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നു ഒരു സമൂഹത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്.
ഇപ്പൊ മോദിയെ അട്ടിമറിക്കണമെങ്കിൽ BJP അട്ടിമറിക്കണമെങ്കിൽ അത് തുടങ്ങേണ്ടത് ഉത്തർപ്രദേശിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതിന്റെ തുടക്കമാണ് ഇത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ ചലഞ്ച് BJPക്കും മോഡിക്കും വരാൻ പോകുന്നത് ഉത്തർപ്രദേശിൽ തന്നെയാണ്. കാരണം ഉത്തർപ്രദേശ് തന്നെയാണല്ലോ അവരുടെ ഏറ്റവും പ്രധാന കേന്ദ്രം. അതും രാമക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ നാട് മുഴുവൻ ഇവർ കൊള്ളത്. ഇപ്പൊ രാമക്ഷേത്രത്തിന് വേണ്ടി ഇവിടെ യാത്ര നടത്തിയ ആളുകൾക്ക് ഇപ്പൊ നാണം കിട്ടുപോയി. കാരണം ഇവിടുന്ന് കല്ല് കൊണ്ടുപോയവര് കൊടുത്തവരും ഒക്കെ ഉണ്ട്, നാണം കിട്ടുപോയി. ഇന്നലെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പാർട്ടിക്കാർ അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്നും ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ബാക്കി ആർക്കും അവകാശമില്ല. ഞങ്ങൾ നാട്ടുകാരെ പറ്റിക്കും, കാശ് മേടിക്കും, ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ വെട്ടിക്കും, ഞങ്ങൾ എന്താ ചേച്ചി നിങ്ങളത് ചോദിക്കണ്ട. നമ്മുടെ രക്തസാക്ഷി ഫണ്ടിൻ്റെ ഏതാണ്ട് രൂപത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ വലിയ തോതിലുള്ള ഒരു കൊള്ള ഇത് BJPയുടെ ഒരു അവസാനത്തിൻ്റെ ആരംഭമായി വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഇനി ഒരു 8 മാസം മാത്രമേ ഉള്ളൂ UP തെരഞ്ഞെടുപ്പിനായിട്ട്. നമുക്കറിയാം എന്താണ് കഴിഞ്ഞ തവണത്തിനെക്കാട്ടിലും, അതായത് 2021 ഏറ്റവും ഒടുവിൽ യോഗിക്ക് കിട്ടിയിരിക്കുന്നത് ഭൂരിപക്ഷം കുറവാണ്. അതെ അതെ, അതിന് മുമ്പിലത്തെ വർഷത്തിനെ വെച്ച് നോക്കും. അല്ല ഭൂരിപക്ഷം കുറവാന്ന് മാത്രമല്ല, 2024 യഥാർത്ഥത്തിൽ യോഗിക്ക് കിട്ടുന്നേക്കാൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടുതൽ കിട്ടേണ്ടതാണ്. കാരണം അത് യോഗിയല്ല, അതിൽ മോഡിയാണ്. അല്ല 400 കിട്ടുന്നതാണ് പറഞ്ഞത്. അതെ, മോഡിയാണല്ലോ അതിൽ ഫോക്കസ്. അവിടെ UPയിൽ ഭൂരിപക്ഷം കോൺഗ്രസ് സമാജ്വാദി മുന്നണിക്കാണല്ലോ. അതെ, കോൺഗ്രസ് UPയിലെ ഭൂരിപക്ഷം ലോക്സഭാ സീറ്റും കിട്ടിയത് അതുകൊണ്ടാണല്ലോ അവരുടെ കണക്ക് മുഴുവൻ തെറ്റിയത്. അവിടെ 80 സീറ്റിൽ 70 സീറ്റ് കിട്ടുന്നൊക്കെയാണ് പറഞ്ഞത്. 42 സീറ്റ് മറ്റൊരു പിടിച്ചു, പ്രതിപക്ഷം പിടിച്ചു. അതോടുകൂടി അത് 2016 312 സീറ്റ് നിയമസഭയിൽ. അത് 21 വരുമ്പോൾ 255. അപ്പൊ ഇനി എത്ര കുറയും? തീർച്ചയായിട്ടും കുറയുന്നു മാത്രമല്ല ഭൂരിപക്ഷം നഷ്ടപ്പെടും. അവിടെ ഒരു സമാജ്വാദി കോൺഗ്രസ് മുന്നണിയുടെ മന്ത്രിസഭ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ജനങ്ങൾക്ക് അത്രയും മടുത്തിട്ടുണ്ട്. ഈ രാമന്റെ പേര് പറഞ്ഞ് ഇനി അവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിപ്പോ മറ്റു കുറെ ആളുകൾക്ക് ഒരു അവസരം കൂടിയാണ്. കാരണം അത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളൊരു, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ക്ഷേത്രമാണ് രാമക്ഷേത്രം. ചുറ്റിലും മൊത്തം ഈ ഡ്രോൺ വഴിയുള്ള സെക്യൂരിറ്റി ഒക്കെയാണ്. അവിടെ പോലും ഇത്രയും വലിയ കൊള്ള നടത്താമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ കൊള്ള നടത്തുന്ന എന്താണ് പ്രശ്നം? അല്ല അത് മാത്രമല്ല, അവിടെ അതാണ് വ്യത്യാസം. ഏത് ക്ഷേത്രത്തിലും കൊള്ള നടത്തണമെങ്കിൽ അതിനകത്ത് സ്വാധീനമുള്ളവർക്കേ പറ്റുള്ളൂ. ശബരിമലയാണെങ്കിൽ ഏതെങ്കിലും ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർക്കോ അല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണർക്കോ അതുപോലെയുള്ള ഉദ്യോഗസ്ഥർക്കല്ലേ പറ്റുള്ളൂ, വേറെ ആർക്ക് പറ്റും? ഇവിടെ ആരാണ് ഇതിൻ്റെ നിയന്ത്രണം? അതാണ് ഇതിൻ്റെ ബേസിക് ചോദ്യം. ഈ ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം UP ഗവൺമെന്റിനും RSSകാർക്കും, ഗവൺമെന്റിനേക്കാൾ കൂടുതൽ RSS സംഘപരിവാറിനാണ്. അവരല്ലേ ഇത് മുഴുവൻ നോക്കണേ. കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് പോലീസുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടും കട്ടുവെങ്കിൽ അത് സംഘപരിവാറിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായി അല്ലെങ്കിൽ അതിലെ കുറെ ആളുകൾ കട്ട തന്നെയാണ് എന്ന് നമുക്ക് തുറന്നു പറയേണ്ടി വരും. അല്ല ഇതിലിപ്പോ സാർ പറഞ്ഞ ഒരു കാര്യം പറയാനുള്ളത്, UP സർക്കാരിനെക്കാട്ടിലും കൂടുതൽ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. കാരണം കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു ട്രസ്റ്റാണ് ഇതിന്റെ ഈ മേൽനോട്ടം മൊത്തം വഹിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രാണപ്രതിഷ്ഠ, തറക്കല്ലിടൽ, പിന്നെ അതുപോലുള്ള മറ്റു കുറേ സംഗതികൾ ഇതെല്ലാം മോഡിയാണ് ചെയ്തത്. ആ മോദി പക്ഷെ ഇപ്പം മൗനത്തിലാണ്. ഇത്രയും ദിവസമായിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല. യോഗി പക്ഷേ സംസ്ഥാനം മൊത്തം നടന്നിട്ട് ഈ ആളുകളെ മൊത്തം എന്താണ് പിടിക്കുമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇത് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിന് ജയിക്കണം. അദ്ദേഹത്തിന്റെ ജീവൻ മരണ പോരാട്ടമാണ്. ഇത് തോറ്റാൽ മോഡിയുടെ എല്ലാ ചാൻസും തീരും. ഇനി പ്രധാനമന്ത്രിയാവാം എന്നുള്ള മോഹം തീരും, UP മുഖ്യമന്ത്രിയാവാം എന്നുള്ള മോഹം തീരും. മാത്രമല്ല ഇപ്പൊ മോഡിയെ സംബന്ധിച്ചൊന്നും 2029 ഇലക്ഷനുള്ളൂ. 3 വർഷമുണ്ട് ഇലക്ഷൻ ഏതാണ്ട്. യോഗിക്ക് അതില്ല. യോഗിക്ക് ഇനി മാസങ്ങളേ ഉള്ളൂ. അപ്പൊ യോഗിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തീരുമാനമാണ്. പക്ഷെ ഇതെങ്ങനെ തീരുമാനമാക്കും? ഇതില് ഉന്നതരായ RSS സംഘപരിവാർ നേതാക്കളെ ജയിലിലടക്കേണ്ടി വന്നാൽ പിന്നെ എന്തായിരിക്കും ആ പാർട്ടിയുടെ ഇമേജ്? ഈ കൊള്ള പുറത്തേക്ക് വന്ന ഒരു ഈ ടൈം ഉണ്ടല്ലോ, അത് ഈ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ്. ഇത് യോഗിയെ തട്ടാനുള്ള ഒരു ശ്രമമാണോ? യോഗിയെ തട്ടാനുള്ള ശ്രമമായി കൂടെ ഒന്നുമില്ല. RSSന്റെ അജണ്ട എന്താ നമുക്ക് പറയാൻ പറ്റില്ല. യോഗിയെ തട്ടാൻ മോഡിയുടെ ആളുകൾ ചെയ്തതാണെങ്കിലോ അങ്ങനെയാവാം. യോഗിയെ തട്ടാൻ മോഡിയുടെ ആളുകൾ തന്നെ കളിച്ച കളിയാണെങ്കിലോ അങ്ങനെയാവാം. അപ്പം ഇതിന്റെ രഹസ്യം ഇനി പുറത്തു വരണമെങ്കിൽ ഒരുപക്ഷെ കുറെ കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ആരെങ്കിലും ആത്മഹത്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും പത്രപ്രവർത്തകൻ ഇതിന്റെ റിപ്പോർട്ടിങ്ങോ ഇതിന്റെ ചുരുളൊക്കെ അഴിച്ചു കൊണ്ടുവരും. ഏതായാലും അതിനകത്ത് വലിയ സംഘർഷമുണ്ട് എന്നത് യാതൊരു തർക്കവും ഇല്ല.